നമസ്കാരം. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ, നമുക്കറിയാം, അമ്മ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അമ്മയിൽ കാര്യങ്ങൾ അത്ര ശുഭകരമായിട്ടൊന്നുമല്ല മുന്നോട്ട് പോകുന്നത്. അത് മലയാളത്തിൻ്റെ ഏറ്റവും മുതിർന്ന നടിയായിട്ടുള്ള സുകുമാരി അന്തരിച്ച സമയത്ത് അവരേതോ ഒരു സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട റിഹേഴ്സൽ അവരുടെ ആസ്ഥാനത്ത്, കലൂരെ ആസ്ഥാനത്ത് നടത്തി തുൾപ്പെടെ അതിനുശേഷം സെറ്റിലെ നടന്മാരുടെ ലഹരി ഉപയോഗം, സ്വാഭാവികമായി അമ്മയിലെ അംഗങ്ങൾ അങ്ങനെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പോലീസ് ചോദ്യം ചെയ്യാനൊക്കെ വിളിക്കുന്നു. അതിനുശേഷം മീറ്റു ആരോപണങ്ങൾ, പീഡനാരോപണങ്ങൾ, അങ്ങനെ കാര്യങ്ങളൊന്നും അത്ര ശുഭകരമായി അല്ല പോയത്. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ മോഹൻലാൽ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുമെല്ലാം കഴിഞ്ഞ ആ ഒരു നടൻ സിദ്ദീഖിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടായപ്പോൾ തന്നെ രാജിവെച്ചത്. സ്വാഭാവികമായും അതിനുശേഷം ഒരു അഡ്ഹോക് കമ്മിറ്റിയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോയിരുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ശനിയാഴ്ച അവരുടെ ആസ്ഥാനത്ത് അവരുടെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുകയുണ്ടായി. പക്ഷേ ആ ജനറൽ ബോഡിയിലും കാര്യങ്ങൾ അത്ര ശുഭകരമായി അല്ല മുന്നോട്ട് പോയതെന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും താരസംഘടന അമ്മയുമായി അകലം പാലിക്കുക എന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. എന്തായാലും തന്നെ തീർത്തും മോശക്കാരനാകും വിധം കുറ്റപ്പെടുത്തി ഒരു യുവനടൻ സംസാരിക്കുന്ന ഓഡിയോ, അത് കാരണമാണ് മോഹൻലാൽ അമ്മയുടെ ഭാരവാഹിത്വം ഇനി മേലിൽ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ഈ ഓഡിയോയിൽ മോഹൻലാലിനെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിനെ കൂടി കുറ്റപ്പെടുത്തി ഈ ഒരു യുവനടൻ, ആ യുവനടൻ ആരാണെന്ന് നമ്മൾക്ക് ഒരു ആധികാരികമായി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത്തരത്തിൽ ഒരു കുറ്റപ്പെടുത്തൽ വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു വിട്ടുനിൽക്കൽ, അമ്മയുമായിട്ടുള്ളൊരു നിസ്സഹകരണം മോഹൻലാൽ സ്വീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തന്നെ പരിഹസിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ് ലാൽ എത്തിയത്. തൻ്റെ മകൻ പ്രണവ് ആണെങ്കിലും മലയാള സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും സിനിമയുടെ ഇൻറ്റേർണൽ കാര്യങ്ങളിലൊന്നും തന്നെ ആ ചെറുപ്പക്കാരൻ ഇടപെടാറില്ല. ആരുമായും അദ്ദേഹത്തിനൊരു സ്റ്റാർ ഫൈറ്റിന് പോകാറും ഇല്ല. പ്രണവ് ഒരു പ്രത്യേക ക്യാരക്ടറാണ്, നമുക്കറിയാം. അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ജീവിച്ചു പോകുന്ന ഒരു മെഗാസ്റ്റാറിൻ്റെ മകനാണ് എന്നുള്ള ആ ഒരു വലിയ ജാടയോ ഒന്നുമില്ലാതെ വളരെ തികച്ചും സാധാരണക്കാരനായി ജീവിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഏതായാലും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ നായകനാണെങ്കിലും വലിയ സ്റ്റാർഡം ബഹളങ്ങളിലേക്കൊന്നും പ്രണവ് മോഹൻലാൽ പോകാറുമില്ല. ഈ സാഹചര്യത്തിൽ ഈ മകനെതിരെ, ഒരു യുവനടൻ തനിക്കും മകനുമെതിരെ നടത്തിയ പരാമർശം ലാലിനെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇത് കാരണം തന്നെയാണ് അമ്മയിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കാൻ മോഹൻലാൽ എന്ന നടൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും നേരത്തെ നടിയെ ആക്രമിച്ച കേസും വിവാദങ്ങളും ലാലിനെ വലിയ തോതിൽ വേദനിപ്പിച്ചിരുന്നു. അന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. എന്നാൽ മമ്മൂട്ടിയുടെ ഒരു സ്നേഹനിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം വീണ്ടും ജനറൽ സെക്രട്ടറിയിൽ അധ്യക്ഷനായി മാറുകയുണ്ടായി. ഇനി മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ടായാലും ശരി, അമ്മയുടെ അധ്യക്ഷനായി വരാൻ തനിക്ക് താല്പര്യമില്ല എന്ന് മോഹൻലാൽ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും നിലവിലെ പ്രസിഡന്റായ മോഹൻലാലിൻ്റെ നിലപാട് വലിയ തോതിൽ അമ്മയിൽ ഭാരവാഹി മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരുത്തുന്നുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അമ്മയിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ, അദ്ദേഹം അമ്മയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുന്നു എന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.